ഇന്ത്യയുടെ സൈനിക കരുത്തിനു മുന്നിൽ അന്തം വിട്ടു നിൽക്കുകയാണ് പാകിസ്ഥാൻ. ഉരുക്കുകോട്ട തീർത്തിരിക്കുന്നു ഇന്ത്യക്ക് ചുറ്റും ഇന്ത്യയുടെ സൈനിക സംവിധാനങ്ങൾ. പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണമായിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച പുലർച്ചെ 500ഓളം ഡ്രോണുകളാണ് ജമ്മു കശ്മീരിന്റെ വിവിധ മേഖലകളിൽ പാകിസ്ഥാൻ അയച്ചതും ആക്രമണം നടത്തിയതും. ജമ്മു വിമാനത്താവളമടക്കം തകർക്കാനായിരുന്നു പാകിസ്ഥാന്റെ പദ്ധതി. അതേസമയം ഇന്ത്യയുടെ സൈന്യം ആ തന്ത്രത്തെ പൊളിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാന്റെ 500ഓളം ഡ്രോണുകളാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം അടിച്ചിട്ടത്. അതിൽ ഏറ്റവും അധികം സൈന്യത്തെ സഹായിച്ചത് ഇഗ്ലായസ് മിസൈലുകളാണ്. ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ പാകിസ്ഥാന്റെ ഡ്രോണുകൾക്ക് കഴിവില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ തെളിഞ്ഞിരിക്കുന്നു. ഇന്ന് ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടുകൂടി ജമ്മു കശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള പ്രദേശങ്ങളിൽ 26 ഇടത്താണ് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായത്. പല ആക്രമണങ്ങളും ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ ചില ആളുകൾക്ക് പരിക്കേറ്റതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ വരെ ചെറുത്തിരിക്കുന്നു S-400 എന്ന റഷ്യ നൽകിയ ഏറ്റവും കരുത്തുറ്റ ആ വ്യോമ പ്രതിരോധ സംവിധാനം. അതേസമയം പാകിസ്ഥാന്റെ കഥയെടുത്താലോ, ഇന്ത്യ ഇന്ന് പുലർച്ചെ നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ 8 നഗരങ്ങളാണ് തകർന്ന് തരിപ്പണമായത്. പാകിസ്ഥാന്റെ 4 വിമാനത്താവളങ്ങൾ, സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിക്ക് സമീപമുള്ള വിമാനത്താവളമടക്കം പാകിസ്ഥാന്റെ 4 വിമാനത്താവളങ്ങൾ ഇന്ത്യ അടിച്ചു തകർത്തിരിക്കുന്നു. 4 വിമാനത്താവളങ്ങളിൽ അതിശക്തമായ ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നു. വിമാനത്താവളങ്ങൾ ഒന്നാകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പാകിസ്ഥാന്റെ വ്യോമ സംവിധാനങ്ങൾ തകർന്നിരിക്കുന്നു. എയർലൈൻ ഫെസിലിറ്റി മുഴുവനായി തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വ്യോമഗതാഗതം നിർത്തിവെക്കാനും വിമാനത്താവളങ്ങൾ അടച്ചിടാനും പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ തീവ്രതയാണത്. ഇന്ത്യയിൽ കഴിഞ്ഞ മാസം 22-ാം തീയതി പഹൽഗാമിൽ പാകിസ്ഥാനിലെ ഭീകരവാദികൾ നടത്തിയ ഭീകരപ്രവർത്തനത്തിന് തുടർച്ചയായിട്ടുള്ള പ്രത്യാക്രമണമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ അതിശക്തമായി തിരിച്ചടി നൽകിയിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായാൽ ആക്രമണം രൂക്ഷമാക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പിന്നാലെ ജമ്മു കശ്മീരിലെ അതിർത്തി മേഖലകളിലുള്ള നിരപരാധികൾക്ക് നേരെ പാകിസ്ഥാൻ നിരന്തരമായി ആക്രമണം നടത്തി. ജമ്മു അതിർത്തിയിലുള്ള വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണങ്ങളിലേറെയും. നിരപരാധികളായ നിരവധി പേരാണ് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തുടർന്ന് ഇന്ത്യ അതിശക്തമായ തിരിച്ചടി ആരംഭിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനോ ഇന്ത്യയുടെ ഒരാക്രമണത്തെ പ്രതിരോധിക്കാനോ പാകിസ്ഥാന് കഴിഞ്ഞില്ല. ആദ്യ ദിവസങ്ങളിൽ കള്ളക്കഥ മെനഞ്ഞ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ പോലും പിന്നീട് തെറ്റ് സമ്മതിക്കേണ്ടി വന്നു, വീഴ്ച സമ്മതിക്കേണ്ടി വന്നു. ആദ്യ ദിവസങ്ങളിൽ ഇന്ത്യയുടെ 6-7 ഫൈറ്റർ ജെറ്റുകളെ അടിച്ചിട്ടു എന്നൊക്കെയായിരുന്നു പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയും പാകിസ്ഥാന്റെ സൈനിക മേധാവിമാരും പാകിസ്ഥാനിലെ മാധ്യമങ്ങളും പറഞ്ഞത്. എന്നാൽ ഒടുവിൽ ഇന്ന് പുലർച്ചെ 4 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ച് പാകിസ്ഥാന്റെ സൈനിക മേധാവിക്ക് പറയേണ്ടി വന്നു, ഞങ്ങളുടെ 4 വിമാനത്താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു, ഞങ്ങളുടെ എയർ ബേസുകളെ തകർത്തു ഇന്ത്യ എന്ന് പാകിസ്ഥാനിലെ സൈനിക മേധാവിക്ക് തന്നെ പറയേണ്ടി വന്നിരിക്കുന്നു. ഇന്ത്യയുടെ മറുപടി വളരെ കൃത്യമാണ്. അമേരിക്കയിലെ ഇന്ത്യയുടെ കോൺവോയ് തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇന്ത്യ യുദ്ധം നടത്തുന്നത് തീവ്രവാദികളുമായിട്ടാണ്. ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധം നടത്തുന്നില്ല. ഇന്ത്യയുടെ നിലപാട് അത് തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ, അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ എടുക്കുന്ന കൃത്യമായ നിലപാടാണ്. ഇന്ത്യ യുദ്ധം നടത്തുന്നത് ഭീകരന്മാരുമായിട്ടാണ്. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് ഇന്ത്യ നടത്തുന്നത്. അല്ലാതെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടോ പാകിസ്ഥാനിലെ ഭരണകൂടവുമായിട്ടോ ഇന്ത്യ യുദ്ധം നടത്തുന്നില്ല. പാകിസ്ഥാനിലേക്ക് ഇന്ത്യക്ക് ആക്രമണം നടത്തേണ്ടി വരുന്നത് പാകിസ്ഥാൻ ഭീകരവാദികളെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ്. പാകിസ്ഥാൻ ഭീകരന്മാർക്ക് ഒളിത്താവളം ഒരുക്കുന്നത് കൊണ്ടാണ്. പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ പാകിസ്ഥാനിലെ ഭീകരന്മാരുടെ നിയന്ത്രണത്തിലായതുകൊണ്ടാണ് ഇന്ത്യ ആ മേഖലകളിലേക്ക് ആക്രമണം നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇനിയും ഭീകരന്മാർക്കെതിരെയുള്ള പോരാട്ടം ഇന്ത്യ നടത്തിയിരിക്കും. പാകിസ്ഥാന് അതിശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇനിയും പ്രകോപനവുമായി വന്നാൽ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അടിച്ചു തകർക്കും, സൈനിക ആസ്ഥാനം തന്നെ ആക്രമിക്കും, പാകിസ്ഥാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കും. ഏറ്റവും ഒടുവിൽ ഭരണസിരാകേന്ദ്രം പോലും ഇന്ത്യ ആക്രമിച്ചിരിക്കും. ഇന്ത്യയുടെ മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്. പാകിസ്ഥാന്റെ 8 നഗരങ്ങളാണ് തകർന്ന് തരിപ്പണമായത്. പാകിസ്ഥാന്റെ 4 വിമാനത്താവളങ്ങൾ,
സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിക്ക് സമീപമുള്ള വിമാനത്താവളമടക്കം പാകിസ്ഥാന്റെ 4 വിമാനത്താവളങ്ങൾ ഇന്ത്യ അടിച്ചു തകർത്തിരിക്കുന്നു. 4 വിമാനത്താവളങ്ങളിൽ അതിശക്തമായ ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നു. വിമാനത്താവളങ്ങൾ ഒന്നാകെ തരിപ്പണമായിരിക്കുന്നു. പാകിസ്ഥാന്റെ വ്യോമ സംവിധാനങ്ങൾ തകർന്നിരിക്കുന്നു. എയർലൈൻ ഫെസിലിറ്റി മുഴുവനായി തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വ്യോമഗതാഗതം നിർത്തിവെക്കാനും വിമാനത്താവളങ്ങൾ അടച്ചിടാനും പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ തീവ്രതയാണത്. ഇന്ത്യയിൽ കഴിഞ്ഞ മാസം 22-ാം തീയതി പഹൽഗാമിൽ പാകിസ്ഥാനിലെ ഭീകരവാദികൾ നടത്തിയ ഭീകരപ്രവർത്തനത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രത്യാക്രമണമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ അതിശക്തമായി തിരിച്ചടി നൽകിയിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായാൽ ആക്രമണം രൂക്ഷമാക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പിന്നാലെ ജമ്മു കശ്മീരിലെ അതിർത്തി മേഖലകളിലുള്ള നിരപരാധികൾക്ക് നേരെ പാകിസ്ഥാൻ നിരന്തരമായ ആക്രമണം നടത്തി. ജമ്മു അതിർത്തിയിലുള്ള വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണങ്ങളിലേറെയും.